ഫൈനൽ എക്സാംസിന് ഇനി നമ്മുടെ മുമ്പിൽ വളരെ ദിവസങ്ങൾ കുറവാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹാർഡ് വർക്കിന് എന്തായാലും നമുക്കൊരു റിസൾട്ട് കിട്ടാതിരിക്കില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഓരോ ലൈവിൽ വരുമ്പോഴും ചോദിക്കാറുണ്ട്, മിസ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള വെയിറ്റേജ് എത്രയാണ്, എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് എന്നെല്ലാം എൻ്റെ മക്കൾ ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരമായിട്ടാണ് കൃത്യമായിട്ട് നമ്മുടെ ഓരോ സബ്ജക്ട്സിലും ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഈ വർഷത്തെ എക്സാമിന് എത്ര മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻസ് എൻ്റെ മക്കൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത് ഫുൾ ആയിട്ട് നിങ്ങൾ കാണാം. ഫ്രണ്ട്സിന് മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അവരും പഠിക്കട്ടെ അല്ലേ? ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ നമ്മൾ വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടത് അല്ലേ? ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പഠിക്കേണ്ടത്, നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ചാപ്റ്റേഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും ഓരോ സബ്ജക്റ്റിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും നമുക്ക് വെയിറ്റേജസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മാത്സ് ആണുള്ളത്. മാത്സിൽ നമുക്ക് മൊത്തം പഠിക്കാനുള്ളത് 13 ചാപ്റ്റേഴ്സ് ആണ്. ഇതിൽ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 7 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 4 മാർക്ക് വെയിറ്റേജ് ആണുള്ളത്. മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിന് വരെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിറ്റർമിനൻസ് 9 മാർക്ക് വെയിറ്റേജ് ആണ്. ദെൻ continuity and differentiability, application of derivatives and integrals, ഈ 3 ചാപ്റ്ററിനും 6 മാർക്ക് വീതമാണ് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിനുശേഷം അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷനും ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നിന്നും 4 മാർക്ക് വീതമാണുള്ളത്. ദെൻ വെക്റ്റർ ആൾജിബ്ര 7 മാർക്ക്, 3 ഡയമെൻഷണൽ ജിയോമെട്രി 7 മാർക്ക്, അതുപോലെ തന്നെ LPP അല്ലെ, നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് അല്ലെ, LPPയിൽ നിന്നും 6 ആൻഡ് പ്രോബബിലിറ്റിയിൽ നിന്നും 7 മാർക്കാണ് വരാൻ വേണ്ടി സാധ്യതയുള്ളത് കേട്ടോ. അതിനുശേഷം ബോട്ടണി ആണ് വരുന്നത്. അപ്പോൾ ബോട്ടണിയിൽ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ആണ്? മൊത്തം 5 ചാപ്റ്റേഴ്സ് ആണ്. കുറച്ച് ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും, അതുപോലെ തന്നെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്, അതുപോലെ തന്നെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്, ഈ 3 ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓരോ ചാപ്റ്ററിലും 8 മാർക്ക് വീതമാണ് കേട്ടോ. ദെൻ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ 8 മാർക്ക് തന്നെയാണ്. എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ 7 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് സുവോളജിയിലേക്ക് പോയാലോ? ഇപ്പൊ സുവോളജിയിൽ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ 6 മാർക്ക് വെയിറ്റേജ് ആണ്. റിപ്രൊഡക്റ്റീവ് ഹെൽത്തിന് 3 മാർക്ക് വരെ ചോദിക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഹെറിഡിറ്റി 7 മാർക്കാണുള്ളത്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് 8 മാർക്ക്. എവല്യൂഷൻ 4 മാർക്ക്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് 6 മാർക്ക്. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിന് 2 മാർക്ക് മാത്രമേ ഉള്ളൂ വെയിറ്റേജ്. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി 3 മാർക്കിന് വരെ ചോദിക്കാൻ വേണ്ടി പറ്റും. അടുത്തത് നമ്മുടെ കെമിസ്ട്രി ആണ് ബാക്കിയുള്ളത്. അപ്പോൾ കെമിസ്ട്രിയിലെ സൊല്യൂഷൻസിൽ നിന്നും 8 മാർക്കാണ് മക്കളെ വരാൻ സാധ്യതയുള്ളത്. ദെൻ ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഈ 2 ചാപ്റ്ററിൽ നിന്നും 9 മാർക്ക് വീതം വെയിറ്റേജ് വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം D and F ബ്ലോക്ക് എലമെന്റ്സ് 6 മാർക്ക് വെയിറ്റേജ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്നും 10 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അറൈൻസ് 7 മാർക്കാണ്. ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് 8 മാർക്ക്. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് 11 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ദെൻ അമൈൻസ്, ബയോമോളിക്യൂൾസ് 5 മാർക്ക് വീതമാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി നമ്മുടെ ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ, ഫിസിക്സിൽ നമുക്ക് മൊത്തം 14 ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് ഒരു ഡിലീറ്റഡ് ചാപ്റ്ററും ഇല്ല, ഡിലീറ്റഡ് പോർഷൻസ് മാത്രമേ ഉള്ളൂ. സോ ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് ഫീൽഡ് 9 മാർക്ക്. പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് 8 മാർക്ക്. കറണ്ട് ഇലക്ട്രിസിറ്റി 6 മാർക്കാണ് വരുന്നത്. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലെ 8 മാർക്ക്. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ 5 മാർക്ക് വെയിറ്റേജ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ 5 മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ട്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് 7 മാർക്ക് വരെ ചോദിക്കാം. EM വേവ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ 3 മാർക്ക് വരെ ചോദിക്കാം. റേ ഓപ്റ്റിക്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് മക്കളെ, 10 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. വേവ് ഓപ്റ്റിക്സ് 5 മാർക്ക് വെയിറ്റേജ് ആണ് വരുന്നത്. താഴേക്കുള്ള ഡുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയർ ആൻഡ് ഇലക്ട്രോണിക്സ് 3 മാർക്ക് വീതമാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്റേഴ്സിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും മാർക്സും ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത് എന്ന് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അതിനനുസരിച്ച് ഇനി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമ്മുടെ മുമ്പിൽ ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിന് കൂടുതൽ സമയം കൊടുക്കുക. പഠിക്കാൻ ടഫുള്ള ചാപ്റ്റേഴ്സിനും കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് എഫക്റ്റീവായിട്ട് പഠിക്കുക. എക്സാമിനർ നിങ്ങളുടെ ഒപ്പം എല്ലാത്തിനും കൂടെ ഉണ്ടാവും. എക്സാം കഴിഞ്ഞ് നിങ്ങൾ
കോൺഫിഡൻസോട് കൂടി ഞങ്ങളുടെ ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്നത് വരെ നമ്മൾ കൂടെ ഉണ്ടാവും. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക ആൻഡ് ഫുൾ മാർക്ക് തന്നെ നമുക്ക് ഈ എക്സാമിന് സ്കോർ ചെയ്യണം. എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്.